ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മങ്ങാട്ടച്ഛൻ്റെയോ രാജാവിൻ്റെയും കഥ. പഴയകാലത്ത് കടലിനോട് ചേർന്ന ഒരു സമൃദ്ധമായ രാജ്യത്തിൽ രാജാവ് ധീരവർമ്മൻ ഭരിച്ചു വരികയായിരുന്നു. രാജ്യത്തെ കാക്കാൻ ഒരു ശക്തമായ സൈന്യവുമുണ്ടായിരുന്നു. കാടിന്റെ അതിർത്തിയിൽ എല്ലാവർക്കും പ്രിയങ്കരനായ അത്ഭുതജീവി മങ്കട്ടച്ചൻ ജീവിച്ചു വരികയും ചെയ്തു. ഒരു രാവിലെ സൈന്യത്തിലെ പ്രധാന ശൂരനായ കാളയൻ ഓടിവന്നു. രാജാവേ, വലിയ അപകടം! കടലിന്റെ വഴിയിലൂടെ അനവധി വെങ്കലക്കപ്പലുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. കടലിലെ വെള്ളം ഇങ്ങനെ ഉയരുന്നത് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. രാജാവ് ഞെട്ടി. അങ്ങനെങ്കിൽ ഈ രാജ്യം രക്ഷിക്കേണ്ടത് ആരാണ്? കാളയൻ തല താഴ്ത്തി പറഞ്ഞു. മങ്കട്ടച്ചൻ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അവൻ കടലിൽ നിന്നുള്ള വെള്ളം നിർത്തണം. കടൽ ഉണങ്ങണം. രാജാവ് മങ്കട്ടച്ചനെ വിളിക്കുന്നു. രാജാവ് തന്റെ സൈന്യവുമായി കാട് കടന്ന് മങ്കട്ടച്ചനെ വിളിച്ചു. മങ്കട്ടച്ചൻ വലിയ മരത്തിന്റെ മുകളിലിരുന്നു തല ഇളക്കി താഴെയിറങ്ങി. എന്താ രാജാവേ, കാട് വിറക്കുന്നതെന്തിന്? രാജാവ് സംഭവമൊക്കെയും വിശദീകരിച്ചു. മങ്കട്ടച്ചൻ ഒരു നിമിഷം ആലോചിച്ചു. കടൽ ഉണങ്ങുമോ? അതു വലിയ കാര്യം. പക്ഷേ ഞാൻ കഴിയും. പക്ഷേ ഒരൊറ്റ കാര്യം ചെയ്യണം. മങ്കട്ടച്ചന്റെ നിബന്ധന. രാജാവേ, കടൽ വലിയതാണ്. അതിന്റെ വെള്ളം മറ്റൊരു സമുദ്രത്തിൽ നിന്ന് വരുന്ന തരംഗങ്ങളും കൂടിയാണ് പ്രശ്നം. ഞാൻ ഈ കടൽ ഉണങ്ങിക്കൊടുക്കാം. പക്ഷേ നിങ്ങൾക്കു ചെയ്യേണ്ടത് സൈന്യത്തെ അയച്ചു മറ്റേ സമുദ്രത്തിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായി തടയുക. രാജാവ് ഉടൻ സമ്മതിച്ചു. സൈന്യത്തോട് വിളിച്ചു പറഞ്ഞു. കോട്ടയിലെ വാതിലുകൾ അടക്കുന്നതുപോലെ സമുദ്രത്തിലെ വെള്ളത്തിന്റെ വഴികൾ എല്ലാം മറയ്ക്കുക. സൈന്യം കുന്നുകളും പാറകളും ഉപയോഗിച്ച് കടലിലേക്ക് വരുന്നത് പോലെ തോന്നുന്ന വലിയ ജലവഴികൾ റോക്കിക്കൊണ്ട് തന്നെ തടയും. ഫോർട്ട് പോലുള്ള ജലദ്രേണകൾ അവർ പണി. വെള്ളത്തിന്റെ വേലിയേറ്റം രേതസത്തോടെ മങ്കട്ടച്ചൻ കടൽത്തീരത്തിലെത്തി. അവന്റെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. ഭൂമിയെങ്കിലും മുഴുവൻ വിറച്ചു. കടലിലെ വെള്ളം ചുഴലിപോലെ ഭൂമിയിലെ രേത് മുഴുവൻ വിറച്ചു. കടലിലെ വെള്ളം ചുഴലിപോലെ പിന്മാറാൻ തുടങ്ങി. വെള്ളം ചാടി ചാടി പിന്നോട്ടു മാറി. കടലിന്റെ അടിത്തറ പോലും കാണാനായി. 10 മിനിറ്റിനുള്ളിൽ വലിയ കടൽ ഒരു പൊള്ളയായ മണൽപ്പാടമായി മാറി. യുദ്ധക്കപ്പലുകളുടെ പരാജയം. യുദ്ധക്കപ്പലുകൾ അടുത്തുവരുമ്പോൾ പെട്ടെന്ന് മുന്നിലെ വെള്ളം ഇല്ലാതെ കപ്പലുകൾ മണ്ണിൽ കുടുങ്ങി ഒന്നൊന്നായി മറിഞ്ഞു. ശത്രുക്കൾ ഞെട്ടി ഓടിപ്പോയി. ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് മുന്നോട്ടു പോകാൻ ഇല്ല. രാജ്യം രക്ഷപ്പെട്ടു. ദമേത് 7 രാജാവിന്റെ നന്ദി. രാജാവ് മങ്കട്ടച്ചന്റെ മുന്നിൽ കുനിഞ്ഞു. രാജ്യം രക്ഷിച്ചത് സൈന്യം അല്ല, ഞാൻ അല്ല, നീയാണ്. ഇനി മുതൽ ഈ കടൽക്കരയിലെ പ്രദേശം മങ്കട്ടപുരം എന്ന് വിളിക്കും. മങ്കട്ടച്ചൻ പുഞ്ചിരിച്ചു. രാജാവേ, വെള്ളം തടയൽ സൈന്യവും ചെയ്തതാണ്. ജയമെന്നത് ഒരാളുടേത്. ഒത്തുചേർന്ന ഹൃദയങ്ങളുടെ